അതായത് അനുരാഗെ, ഈ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ വൈദഗ്ധ്യത്തിൽ ഇപ്പോൾ പോലീസിൽ കുടുങ്ങി കേസെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് ശക്തമായി ഇടപെടുന്നത്? പോലീസിനോട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകണം എന്ന തരത്തിലൊക്കെയുള്ള നിർദ്ദേശങ്ങളാണോ നൽകുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത് മനു. നിരവധി പരാതികളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ചത്. ഇതിന്റെ പ്രകാരം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പരാതി DGPക്ക് കൈമാറുകയും എത്രയും വേഗം, അതായത് 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നൽകിയ റിപ്പോർട്ടിൽ വിശദമായി തന്നെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഈ വ്യാജ ഐഡികൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പോലീസ് നൽകിയ റിപ്പോർട്ട്. ഇത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വിശദമായി തന്നെ പരിശോധന നടത്താനുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. കാരണം സംസ്ഥാന വ്യാപകമായി തന്നെ യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി തന്നെ സിം കാർഡുകളും എടുത്തിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത്. അതിനൊപ്പം തന്നെ ഇത് മറ്റ് തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പിലടക്കം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പോലീസ്. ഈ റിപ്പോർട്ട് വിശദമായി തന്നെ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദമായി തന്നെ പരിശോധിക്കാനുള്ള, അല്ലെങ്കിൽ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അടക്കം പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിയം പോലീസാണ് ചോദ്യം ചെയ്തത്. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ഇവരെ തള്ളിപ്പറയാതെ ഉള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചു വന്നത്. ആ ഘട്ടത്തിലൊക്കെ തന്നെയും വലിയ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ KSUവിന്റെ നേതൃത്വത്തിൽ പോലും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ കോളേജുകൾ, കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലും നിർമ്മിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗരവതരമായ കേസ് ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വ്യാപ്തി, ഗൗരവം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ പരിശോധിക്കാനാണ്, കേവലം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഇവർ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്തടക്കം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാനത്തിനകത്ത് എന്തായാലും യൂത്ത് കോൺഗ്രസ് വ്യാപകമായി തന്നെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു. അത് അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പ് അടക്കം അവർക്ക് ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഗുരുതരമായ കണ്ടെത്തൽ. അതിൽ പ്രകാരം തന്നെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദമായി പരിശോധിച്ച് പ്രതികളെയെല്ലാം വേരോടെ തന്നെ ഈ തുടക്കം മുതൽ ആരാണ് ഇതിന് തുടക്കമിട്ടത് അതുമുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രതികളെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരി, അനുരാഗാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിനെയൊക്കെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ പ്രശ്നത്തിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പങ്കുവച്ചത്.